ഹായ് നമസ്കാരം. അപ്പോൾ സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്സിന്റെ മൂന്നാമത്തെ ടെക്നിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡെമോ ക്ലോസിംഗ് ടെക്നിക്കാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ വാട്ടർ പ്യൂരിഫിക്കേഷൻ ഓർ വാട്ടർ പ്യൂരിഫയർ സെഗ്മെന്റിൽ പ്രയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഡെമോ ക്ലോസിംഗ് ടെക്നിക്. ഒരുപക്ഷെ യുറേക്ക ഫോർബ്സിന്റെ ഏറ്റവും കൂടുതലുള്ള സെയിൽ സംഭവിച്ചിട്ടുള്ളത് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ഡെമോ ക്ലോസിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കസ്റ്റമറായിട്ട് മിനിമം കാര്യങ്ങൾ സംസാരിക്കുന്നു. ഒരുപക്ഷെ ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യില്ല, പ്രോഡക്റ്റിന്റെ പെർഫോമൻസിനെ കുറിച്ചിട്ട് കസ്റ്റമർക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവില്ല. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ പ്രസന്റ് കണ്ടീഷനിലുള്ള വെള്ളത്തിന്റെ TDS, pH മുതലായവ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിനു ശേഷം കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുകയും ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എന്ത് വ്യത്യാസം വരുമെന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യലാണ് ആദ്യത്തെ നടപടി ചെയ്യാനായിട്ടുള്ളത്. രണ്ടാമത് നമ്മളൊരു സെയിൽ ഓർഡർ അല്ല അവിടെ ചോദിക്കുന്നത്, സാർ എനിക്ക് ഞാനൊരു ഡെമോ ചെയ്തോട്ടെ, ഇതിൽ ഈ പറയുന്ന റിസൾട്ട് വന്നതിന് ശേഷം സാർ അത് ഫൈനലൈസ് ചെയ്താൽ മതി എന്നൊരു കമ്മിറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റണം. അപ്പൊ ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ പ്രൊഡക്റ്റിന്റെ മുകളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ടാവണം, അത് എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന് അറിയണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കസ്റ്റമർക്ക് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുത്താണ് ഡെമോ ക്ലോസിംഗ് ടെക്നിക്സ് ഫലവത്താവുകയുള്ളൂ. കാരണം റിസൾട്ട് ഓക്കെ ആയാലും കസ്റ്റമർ നമ്മളോട് പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് വലിയ നഷ്ടം സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കസ്റ്റമറിന്റെ ആറ്റിറ്റ്യൂഡ് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുകയും അദ്ദേഹത്തിന് 2 ദിവസം 1-2 ദിവസം അത് ഉപയോഗിക്കാനായി നമ്മൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് ഡെമോ ക്ലോസിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവരും തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഡൊമസ്റ്റിക് വാട്ടർ പ്യൂരിഫയർ വിൽക്കാനായിട്ട് ഈ ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു ടെക്നിക്കുമായി നെക്സ്റ്റ് നമ്മൾ കാണുന്നതായിരിക്കും. ഒരു ചെറിയ ഇടവേള. വെറുതെ ഇരിക്കുവാനല്ല, വീണ്ടും നന്മ ചെയ്യുവാൻ.